ആദ്യത്തെ കൺമണിയെ വരവേൽക്കാനുള്ള ത്രില്ലിലാണ് ദിയ കൃഷ്ണ. 2 മാസം കൂടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാൻ കൊതിച്ച മുഖം കൈകളിൽ എത്തും. കഴിഞ്ഞ ദിവസമായിരുന്നു താരപുത്രിയുടെ വളകാപ്പ് ചടങ്ങ്. വിവാഹം പോലെ ചടങ്ങ് ദിയ ആഘോഷമാക്കിയിരുന്നു. ഇപ്പോഴിതാ ഗർഭകാലം അവസാന ട്രിമസ്റ്ററിൽ എത്തി നിൽക്കുമ്പോൾ ഇതുവരെയുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ദിയ കൃഷ്ണ. ഒപ്പം ഭർത്താവ് അശ്വിനുമുണ്ട്. മാത്രമല്ല, എൻ്റെ പ്രഗ്നൻസി ചടങ്ങുകളിൽ ഞാൻ ആദ്യമായി പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു അനുഭവമായിരുന്നു. 5-ാം മാസത്തിലെ ചടങ്ങുകൾ നടത്തിയപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതും ഇതിലൂടെ പരിഹരിക്കാമല്ലോ എന്നാണ് ദിയ കൃഷ്ണ പറയുകയുണ്ടായിരുന്നത്. തിരുത്തലുകൾ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഞാൻ ഹാപ്പിയാണ്. 5-ാം മാസത്തിൽ വെജിറ്റേറിയൻ ഫുഡ് ആയിരുന്നു. ആ ചടങ്ങ് ഏറ്റെടുത്ത് നടത്തിയത് അശ്വിൻ്റെ മാതാപിതാക്കളായിരുന്നു. അവർ ബ്രാഹ്മിൻസ് ആയതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻ ആയിരുന്നു. പക്ഷേ കിടിലൻ ഭക്ഷണമായിരുന്നു. വളകാപ്പിന് ഞാൻ നോൺ വെജും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മുഴുവൻ പരിപാടിയും ഞാനാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്. അതിൻ്റെതായ ടെൻഷനും സന്തോഷവും ഒക്കെ ദിയയുടെ മനസ്സിലും മുഖത്തും ഉണ്ടായിരുന്നു. പിന്നീട് വളകാപ്പ് ചടങ്ങിൽ സംസാരിച്ചത് അശ്വിനായിരുന്നു. 5-ാം മാസത്തേത് ഒരു ട്രെയിലർ മാത്രമാണ്, അതിൻ്റെ ഒറിജിനൽ ഇപ്പോഴാണ്, ഈ വളകാപ്പാണ് എന്നാണ് അശ്വിൻ്റെ മറുപടി. ശേഷം 5-ാം മാസത്തെ ചടങ്ങ് നടന്നപ്പോൾ അത് ഞങ്ങൾക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ആരുടെയും പ്രഗ്നൻസി സെലിബ്രേഷൻ ചടങ്ങുകൾക്ക് ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അത് എങ്ങനെയാണെന്ന് പോലും അറിയത്തുമില്ല. ആരുടെയും പ്രഗ്നൻസി സെലിബ്രേഷൻസ് പങ്കെടുക്കുന്നതിൻ്റെ എല്ലാവിധ ടെൻഷനും എൻ്റെ മുഖത്തുണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ദിയ കൃഷ്ണ പറയുകയുണ്ടായിരുന്നത്. കുഞ്ഞിന് അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ചടങ്ങുകളെല്ലാം തന്നെ ഭംഗിയായി ചെയ്യുക എന്ന ചടങ്ങായിരുന്നു 5-ാം മാസം ഫംഗ്ഷൻ നടത്തിയപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ. മറ്റ് കാര്യങ്ങളിലൊന്നും തന്നെ അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാര്യമായി ഒന്നും ചെയ്യാതിരുന്നതും ഡെക്കറേഷനും ഒന്നും തന്നെ ഉണ്ടായിരുന്നതുമില്ല. ഇത്തവണ പക്ഷേ ദിയയുടെ വസ്ത്രവും എല്ലാം തന്നെ വളരെ മനോഹരമാക്കിയിരിക്കുകയാണ്. കാരണം 5 മാസത്തിലെ എല്ലാ കുറവുകളും നമ്മൾ 7-ാം മാസത്തിൽ മാറ്റിയിരിക്കുന്നു എന്നാണ് ദിയയും അശ്വിനും പറയുന്നത്. അമ്മുവും ഇഷാനിയും ഹൻസികയും എല്ലാം ജപ്പാനിൽ പോയിട്ട് വന്നപ്പോൾ കുറേ ബേബി ഡ്രസ്സും ടോയ്സും ഒക്കെ കുഞ്ഞിന് വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നും കുഞ്ഞിന് വേണ്ടി വാങ്ങി വെച്ചിട്ടുമില്ല. കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യാൻ ഒരുപാട് പരിചയസമ്പന്നരായ ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തിലാണ് ഇരുവരും. വർഷങ്ങളായി ദിയയുടെ സ്വപ്നമാണ് ഭർത്താവ്, കുഞ്ഞ്, പെട്ടെന്നൊരു കുഞ്ഞ് എന്നുള്ളത്. അതെന്തായാലും ദൈവം അവർക്ക് പെട്ടെന്ന് തന്നെ അനുഗ്രഹമായി കൊടുക്കുകയും ചെയ്തു.